ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അതിന്റെ ആദ്യ വാക്യം ഇപ്രകാരം പറയുന്നു: ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലവും പറയാതെ ഒരു സങ്കീർത്തനം തുടങ്ങിയത് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ഇപ്രകാരം ഒരു പശ്ചാത്തലവും പറയാതെ തുടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അതിന്റെ ആദ്യ വചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ സയൻസ് അല്ലെങ്കിൽ തിയറിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇവല്യൂഷൻ തിയറി വെളിപ്പെടുത്തിയാൽ ഗ്രഹിക്കുവാൻ പ്രയാസമാണ്. എന്നാൽ ദൈവത്തിൻ്റെത് ഒരു ഡിക്ലറേഷൻ ആണ്. അതൊരു ഡിവൈൻ ഡിക്ലറേഷൻ ആണ്. അതൊരു പരിശുദ്ധമായ പ്രഖ്യാപനമാണ്. എന്താണ് ഈ ലോകത്ത് സംഭവിച്ചത് എന്നുള്ളത് അവിടെ പറയുകയാണ്: ആകാശം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിന് കാലസമയ പരിധി അവിടെ നിശ്ചയിച്ച് പറഞ്ഞിട്ടില്ല. ഏത് സമയത്താണ് അത് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ ഒരു കാര്യം വ്യക്തമാണ്: ദൈവമാണ് സകലത്തിനും മുൻപേ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് വ്യക്തമാണ്. ആ ഒറ്റ വചനത്തിൽ അതിന്റെ പിന്നിലുള്ളത് എത്രമാത്രം വർഷം ആകാശത്തിനും ഭൂമിക്കും പഴക്കമുണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. പക്ഷെ ചില വേദവാക്യങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നത് ഇതിന് കാലങ്ങളുടെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, മൂന്നിലൊന്ന് ദൂതന്മാരെ വെട്ടി താഴെയിടുവാനായിട്ടിടയായ ആ സാഹചര്യം. അപ്പോൾ ഇതിനു മുൻപ് ആകാശവും ഭൂമിയും ഉണ്ടായിരുന്നു എന്ന് പ്രവാചക ശ്രേഷ്ഠന്മാരായ യെശയ്യാവും യിരെമ്യാവും വെളിപ്പെടുത്തുന്ന വചനത്തിൽ കാണുകയാണ്: ഞാൻ പർവ്വതങ്ങളെ കണ്ടു, പർവ്വത ശിഖരങ്ങളെ കണ്ടു എന്ന് വെളിപ്പെടുത്തുമ്പോൾ പഴയ ഒരു ഭൂമിയിൽ ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് 19-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്: ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ഒരുവൻ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ, അതിന്റെ സൗന്ദര്യം നോക്കുമ്പോൾ, അതിൻ്റെതായ ചലനങ്ങൾ നോക്കുമ്പോൾ, ഇന്ന് ആകാശം നോക്കുന്ന അല്ലെങ്കിൽ അത് നോക്കി കാര്യങ്ങളെ ഗ്രഹിച്ച് പഠിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ ഇന്ന് ഈ ലോകത്ത് സൈൻസുപരമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. മഴയെ കുറിച്ച്, വാനവിധാനത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് എല്ലാം പഠിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് വെളിപ്പെടുത്തുവാൻ ഇടയാകുമ്പോൾ അതെല്ലാം ദൈവം മുന്നമേ ക്രമീകരിച്ചതാണ്. പക്ഷെ ദൈവം മനുഷ്യന് കൊടുത്തതായ ജ്ഞാനത്തിൽ അവർ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ പറയുന്നു: പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി കഥ കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഒരു ശബ്ദമോ ഒരു പ്രഖ്യാപനമോ ഒന്നും വേണ്ട. Once it is done, ദൈവം ഒരിക്കൽ കൽപ്പിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രമപ്രകാരം സകലതും അതിൻ്റെത് ആ സൈക്കിളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ അടുത്ത അധ്യായം എന്ന് പറയുന്നത് അവൻ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായി ശൂന്യമായി തീർന്നു എന്നുള്ളതാണ് മൂലഭാഷയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആഴത്തിൽ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൽ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചമായി. എന്നതാണ് ഈ വെളിച്ചത്തെ നമുക്ക് വെളിച്ചമാണെന്ന് മനസ്സിലായത് ദൈവം കൽപ്പിച്ച് തന്നതുകൊണ്ടാണ്. ഇരുട്ടിനാൽ മൂടപ്പെട്ടതായ ഒരു ഭൂമിയെ ദൈവം വെളിച്ചം കൊണ്ട് പ്രകാശപൂരിതമാക്കിയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂതൻ അറിയാമോ? എന്നെയും നിങ്ങളെയും മെനഞ്ഞത് അത്ഭുതവും അതിശയവുമായിട്ടാണ്. ദൈവം കർത്താവിനെ പറയുകയാണ്: നിങ്ങൾ അവന്റെ കൈപ്പണിയ എന്ന്. ചില മണിമന്ദിരങ്ങൾ കാണുമ്പോൾ എത്ര മനോഹരമായിരിക്കുന്നു എന്ന് നാം വിളിച്ചു പറയുമ്പോൾ, അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ ശില്പി എന്ന് പറയുമ്പോൾ പേരെടുത്ത് ഇന്ന് വളരെയധികം പ്രശസ്തി ആർജിച്ചിരിക്കുന്നതായ ചില ആർക്കിടെക്ട്സിന്റെ പേരുകൾ നമുക്ക് കാണുവാൻ അല്ലെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ മണിമന്ദിരത്തിന്റെ എവിടെയെങ്കിലും ഭാഗത്ത് ആ ശില്പിയുടെ പേര് കൊത്തിവെച്ചിരിക്കും. കാരണം അവന്റെ പേരിനാൽ അറിയപ്പെടുവാൻ അതിന് ഇടയാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ ഒന്ന് നോക്കുമ്പോൾ ഇത് ദൈവം തന്റെ കൈപ്പണിയാൽ നിർമ്മിച്ചുണ്ടാക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്.
ഒന്നും അറിയാതെ, നമുക്കൊന്നും ജ്ഞാനമോ നമ്മുടെ കഴിവോ പ്രാപ്തിയോ ഒന്നും പറയാതെ ഒരു ചെറിയതായിരിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മെ ദൈവമായ കർത്താവ് ഇത്രയും ശ്രേഷ്ഠമാക്കി നമ്മെ വെളിപ്പെടുത്തുവാൻ തക്കോണം ദൈവത്തിന് മനസ്സറിഞ്ഞു എങ്കിൽ അതിനൊരു പദ്ധതിയുണ്ട്. അങ്ങനെ കർത്താവ് പറയുകയാണ്, ഈ ഭൂമിയെ നിർമ്മിച്ചത് വ്യർത്ഥമായിട്ടിരിക്കാനല്ല, എന്ന് പറഞ്ഞാൽ എംപ്റ്റി ആയിട്ടിരിക്കാനല്ല, ഇതിനെ ഫില്ല് ചെയ്യുവാൻ, അതിനെ പാർപ്പിനകത്ത് ആക്കുവാനായിട്ടാണ് ദൈവം നിർമ്മിച്ചത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഏതൊരു കാലയളവിലും ഒരു ലൈൻ ഉണ്ട്. രണ്ട് കാര്യങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്ന ലൈനുണ്ട്. ആ ലൈനിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഒരു ലൈൻ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ലൈനാണ്, മറ്റേ ലൈൻ പിശാചിന്റെ അടുക്കലേക്ക് കടന്നു പോകുന്ന ഒരു ലൈനാണ്. അത് എല്ലാ കാലഘട്ടങ്ങളിലും ആ വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു ആദാമിന് ഹവ്വ പിശാചിന്റെ വാക്ക് കേട്ട് ഹവ്വ ആ പഴം പറിച്ചു തിന്നരുത് എന്ന് പറഞ്ഞത് തിന്നുവാനിടയായി. നോക്കിക്കേ, അപ്പോൾ ദൈവവുമായിട്ട് സമ്പർക്കമുണ്ടായിരുന്നവർ, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചവർ, ദൈവത്തിന്റെ ആലോചന പ്രകാരം നടന്നവര് ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നറിയാമോ? പിശാചിന്റെ വാക്കുകൾ പറയാനിടയായി. ഇന്നത്തെ കാലത്തും ദൈവവചനം അറിയുന്നവരുടെ മധ്യത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? നല്ല രീതിയിൽ കടന്നു പോകുന്നതായിരിക്കും, പക്ഷെ ഒരു സുപ്രഭാതത്തിൽ പിശാചിന്റെ വാക്ക് കേട്ടിട്ട് അതിനനുസരിച്ച് നീങ്ങി പോകും. ഇതിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൻ കേൾക്കുന്ന ശബ്ദം ഏതെന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ, വിവേചിക്കുവാൻ കഴിയുമെങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തിൻ്റെതായ ശബ്ദത്തിന് ഫോളോ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവമായ യഹോവ ആദമിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ അവർക്ക് പറഞ്ഞു തങ്ങൾ നഗ്നരാണെന്ന്. എന്താ സംഭവിച്ചത്? അവർക്ക് തന്നെ ബോധ്യമായി തങ്ങൾ നഗ്നരാണെന്ന്. ഇതിനു മുൻപ് അവർ നഗ്നരല്ലായിരുന്നോ? ഇതിനു മുൻപും അവർ നഗ്നരായിരുന്നു. പക്ഷെ അവർ ആ സമയങ്ങളിലെല്ലാം ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തിന്റെ ആലോചന പ്രകാരം നടക്കേണ്ടതിന് ദൈവത്തിന്റെ ഗൈഡൻസിന് കീഴിലായിരുന്നു. പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കോൺഷ്യസ് മൈൻഡ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി താങ്കൾ നഗ്നരാണ് എന്നുള്ളത്. ഇതിനകത്ത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദാവീദ് ഒരു വചനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 19 സംഗീതത്തിൽ ആ വചനം ഒന്ന് വായിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലെ 13-ാം വാക്യം, സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എന്റെ മേൽ വാഴരുത്. ദാവീദ് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, സ്വമേധ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പാപങ്ങൾ എന്നോട് അകറ്റുവാനിടയാകണം. നമ്മളെല്ലാവരും പരിശുദ്ധരാണ് എന്ന് പറയുവാനല്ല, ദാവീദ് പറയുകയാണ് തന്റെ ജീവിതത്തിലും എന്താ സംഭവിക്കുന്നത്? സ്വമേധയായി കടന്നു വരുന്ന പാപങ്ങളുണ്ട്. എന്നാൽ അതിനെ അകറ്റുവാൻ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ലോകത്ത് നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറി ഉണ്ട്. നമ്മുടെ അതിനകത്തേക്ക് പാപം വരുവാൻ ആകാംക്ഷയോടെ, അട്രാക്റ്റീവായിട്ട്, പ്രലോഭനങ്ങളോടെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അവിടെയാണ് ഒരു ഭക്തന്റെ തീരുമാനം, ഞാൻ അതിലേക്ക് കരം നീട്ടത്തില്ല, ഞാൻ അവിടേക്ക് കാലികൾ കൊണ്ടുപോകത്തില്ല, ഞാൻ അതിലേക്ക് എന്റെ പൈസ ചെലവഴിക്കത്തില്ല എന്നുള്ള തീരുമാനം ഒരു ഭക്തനാണ് എടുക്കേണ്ടത്. അവിടെയാണ് ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടത്. അവിടെയാണ് ദൈവസന്നിധി ഒരു ഭക്തൻ കടന്നു വന്നിരിക്കേണ്ടത്. ഇവിടെ അവൻ പിശാച് വന്ന് പറഞ്ഞിട്ടും ഹവ്വയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. നിങ്ങൾ ഞാൻ ഭർത്താവിനോട് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എങ്കിലും അത് സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്നറിയാമോ? ഹവ്വ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പിശാച് എന്നെ വഞ്ചിച്ചു. എപ്പോഴാ ഹവ്വേ നിനക്കിത് മനസ്സിലായത് എന്ന് ചോദിച്ചാൽ ഹവ്വ പറയും, അത് തിന്ന സമയത്തായി എനിക്ക് മനസ്സിലായത്.
ഹല്ലേലൂയ, അവനെ വഞ്ചിച്ചു വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പെട്ടുപോകുന്നതിന് മുന്നേ തന്നെ, വീണു പോകുന്നതിന് മുന്നേ തന്നെ, ഹല്ലേലൂയ, നിന്റെ ചുവടുവയ്പ്പോൾ പതറുന്നതിന് മുന്നേ തന്നെ ഇന്ന് രാത്രി കാലം വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ, നീ കൈകം ചീട്ടിട്ടുന്നതിന് മുന്നേ തന്നെ ദൈവത്തോട് ആരാധന ചോദിക്കുക. ദൈവമേ, ഇത് എനിക്ക് പ്രാപ്യമായതാണോ? ഇതെന്റെ ജീവിതത്തിലേക്ക് വേണമോ? ഇതെന്റെ കുടുംബത്തിനകത്ത് വേണമോ? ഇത് ഞാൻ എന്റെ കുടുംബത്തിനകത്ത് കൊണ്ടുവന്നാൽ നിനക്ക് പ്രസാദകരമായിരിക്കുമോ? ഹല്ലേലൂയ. എന്നൊന്ന് ചിന്തിച്ചിട്ട് പറ. ഹല്ലേലൂയ. ഒരു തീരുമാനം എടുക്കണം. ഇനിമേൽ ഞാൻ ആ പ്രവൃത്തി ചെയ്തില്ല. എന്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തി ഞാൻ ചെയ്യത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തി ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? മനോഹരമായി അവർക്ക് വേണ്ടി സ്പെഷ്യലായി നിർമ്മിച്ചു കൊടുത്തതായ ഏദൻ എന്ന തോട്ടത്തിൽ നിന്നും അവർ പുറത്തു പോകേണ്ടി വന്നു. ഹല്ലേലൂയ. ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞതായ ജീവവൃക്ഷത്തിന്റെ ഫലം അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിയാതെ അവർ പുറത്തേക്ക് പോകേണ്ടി വന്നു. ഹല്ലേലൂയ. എന്ത് പറ്റി? ഹല്ലേലൂയ. സുഖകരമായി ജീവിക്കുവാനുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും അവർ വിയർപ്പോടെ അവൻ ആഹരിക്കേണ്ടതിന് അവർ പുറത്തേക്ക് അധ്വാനിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. തലമുറകൾക്ക് വേണ്ടി അവർ വേദന അനുഭവിക്കേണ്ടി വന്നു. അടുത്തത് തലമുറകളുടേതായ ഡിസ്പ്യൂട്ടുകൾ കണ്ട് തലമുറകൾ നഷ്ടപ്പെടുന്നത് അവരുടെ കൺമുൻപിൽ കാണേണ്ടി വന്നു. ഹല്ലേലൂയ. വെറുതെ രോഗം വന്ന് നഷ്ടപ്പെട്ടതല്ല. എത്രമാത്രം പ്രയാസവും ഭാരവും ഒരു മാതൃഹൃദയത്തിന്, ഒരു മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകും. തങ്ങൾ നൊന്തുപെറ്റ തങ്ങളുടെ മക്കൾ അവർ തമ്മിൽ അടിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്നതായ ഒരു വേദന എത്രമാത്രം വലിയതാണെന്ന് അറിയാമോ? എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യം ചെയ്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. എന്നതിനകത്ത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം നിസ്സാരം എന്ന് പറയുന്ന വിഷയത്തിന്മേൽ ഹല്ലേലൂയ ദൈവം ന്യായം വിധിക്കും കേട്ടോ. ഹല്ലേലൂയ. അവൻ അരുതാത്തതൊന്നും നിന്റെ ഭവനത്തിലേക്ക് വരരുത്. നിസ്സാരമാ. ഹല്ലേലൂയ. പക്ഷേ വേണ്ടെന്ന് വെക്കേണ്ട സ്ഥാനത്തോ വേണ്ടെന്ന് തന്നെ വെക്ക്. തലമുറകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ചിന്തിച്ചോളാം. ഹല്ലേലൂയ. നീ അതിന്മേൽ കരം വെക്കുമ്പോൾ തന്നെ ചിന്തിച്ചോളാം, നോ, ഇതെനിക്ക് പുറത്തുനിന്ന് പൈസ കൊണ്ട് മേടിക്കാൻ പറ്റൂ. ദൈവം എനിക്ക് ജോലി തന്നിട്ടുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, ഞാൻ ഇന്ന് കാശില്ലാത്തവനല്ല. അതുകൊണ്ട് ഇത് വെറുതെ ആണെങ്കിലും എന്റെ വീട്ടിലേക്ക് വരരുത്. ഹല്ലേലൂയ. ഏതൊരു ചെറിയ കാര്യത്തിൽ പോലും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി നാം തീരണം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. എത്ര പേർക്ക് അതിന്റെ ആഴത്തിൽ കഴിയത്തില്ല. വചനം ഇപ്രകാരം വെളിപ്പെടുത്തുകയാണോ? ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമായി നിങ്ങളൊന്ന് മുന്നേറണം. ഹല്ലേലൂയ. അവിടെ അടുത്ത വചനത്തിൽ 14-ാം വാക്യത്തിൽ പറയുകയാണ്, എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ. തീരുമാനമെടുത്തതായ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് പറയുകയാണ്, അവൻ എന്റെ പാറയാ. ഹല്ലേലൂയ. കാരണം എന്നറിയാമോ? അവന്റെ പാപങ്ങളിൽ നിന്നും അവനെ വീണ്ടെടുക്കുവാനിടയായി. ഹല്ലേലൂയ. തീരുമാനമെടുക്കുന്ന ഒരുവന്റെ ജീവിതത്തിലാണ് അവന്റെ ജീവിതത്തിൽ ഒരു വീണ്ടെടുപ്പ് ദൈവം അയക്കുന്നത്. അവന്റെ ജീവിതത്തിലാണ് ദൈവം അവനെ തന്റെ മാർഗോട് ചേർത്ത് നിർത്തുന്നത്. എന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമുണ്ടെങ്കിൽ ദൈവം നിന്റെ മാർഗോട് ചേർത്ത് നിർത്തും. ഹല്ലേലൂയ. ഒരു വചനം വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. ഇന്ന് രാത്രി നാം ചിന്തിക്കണം, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ചിന്തിച്ചു കൊള്ളണം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാലഘട്ടങ്ങളിലും ഓരോ വ്യക്തി
ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഇസ്മായേൽ പ്രതിയോഗിയായി നിൽപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. യാക്കോബിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ ആരായിരുന്നു? യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു ഏശാവ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യോസേഫിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ അവന്റെ സഹോദരന്മാർ അവർ പ്രതിയോഗികളായി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ നോക്കുമ്പോൾ കാലഘട്ടത്തിൽ കാലയവനകളിൽ നാം കടന്നു വരുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിന് പ്രതിയോഗികളുണ്ട്. പക്ഷേ ആരാ നിലനിന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവത്തിൽ നിന്നും ജനിക്കുവാൻ മനസ്സ് വെച്ചവർ മാത്രമാ അവർ നിലനിൽപ്പാനിടയായത്. ഒരു യോസേഫ് തന്റെ ജീവിതത്തിന്റെ നാൾവഴികൾ നോക്കിയാൽ കഷ്ടങ്ങൾ നിറഞ്ഞാണ്, പ്രതികൂലങ്ങൾ നിറഞ്ഞാണ്, വേദനകൾ നിറഞ്ഞാണ്, ഭാരങ്ങൾ നിറഞ്ഞാണ്. പക്ഷെ വേദപുസ്തകം ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, അവന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതകരമല്ലാത്തത് ഒന്നും സംഭവിച്ചില്ല. വേദപുസ്തകത്തിൽ ഒറ്റ വാക്യം പോലുമില്ല അവൻ തെറ്റ് ചെയ്തു എന്നുള്ളത്. പക്ഷെ ഒരു വാക്യമുണ്ട്, എന്താണെന്നറിയാമോ? യഹോവയായ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ എവിടെയായിരുന്നോ അവിടെയെല്ലാം ദൈവത്തിന്റെ വലിയ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം എല്ലാം സൃഷ്ടിയിൽ തുടങ്ങുന്നതാണ്. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വരുമ്പോൾ ഒരു വാക്യം പ്രകാരം പറയുന്നു, ശവപ്പെട്ടിയോടുകൂടിയ ആ പുസ്തകം അവസാനിക്കുന്നത്. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. സകലതും നന്നായി വന്നതാ. പക്ഷെ എന്താ അവസാനം സംഭവിച്ചത്? പക്ഷെ യോസേഫ് ഒരു കാര്യം പറഞ്ഞു, അവന്റെ ജീവിതം കൊണ്ട് അവിടെ തീരുന്നില്ല. അവൻ പറയുന്നു, ദൈവം നിങ്ങൾക്കൊരു ഉദാഹരണം തരും, ദൈവം നിങ്ങൾക്കൊരു വിടുതൽ തരും. അന്ന് എന്റെ അസ്ഥികളെയും നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഹല്ലേലൂയ. ആ പ്രത്യാശ എന്തു പ്രത്യാശയാ യോസേഫ് എന്ന ഭക്തൻ ഉണ്ടായിരുന്നത് നോക്കിയേ. ഹല്ലേലൂയ. പറയുകയാണ്, ഞാൻ മരിക്കാൻ പോകുക, പക്ഷേ നിങ്ങളോടുള്ള ദൈവിക വാഗ്ദത്തം, നിങ്ങളോടുള്ള ദൈവിക ആലോചന ഞാൻ പറയാൻ പോവാ. നിങ്ങളുടെ അടിമകളായി തീരും. പക്ഷേ നിങ്ങൾക്കൊരു വിടുതൽ ദൈവം അയക്കുമ്പോൾ, നിങ്ങൾ പുറപ്പെടുമ്പോൾ എന്റെ അസ്ഥിയെ നിങ്ങൾ കൊണ്ടുപോകണം. എവിടെ കൊണ്ടുപോകണം? അവൻ ദൈവം നൽകുന്നതായ ഒരു വാഗ്ദത്ത ദേശത്ത് എന്റെ അസ്ഥിയെ നിങ്ങൾ കൊണ്ടുപോയിടണം. ഹല്ലേലൂയ. ഭക്തനായവരുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്നതായ ഒരു പ്രത്യാശയാണ്. എന്താണെന്നറിയാമോ? കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ വരുമ്പോൾ മരിച്ചവർ മുന്നേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും. ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവിടെ പറയുകയാണ്, എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവഹിതത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരുവന്റെ ജീവിതത്തിലാണ് പ്രത്യാശയുടെ വാക്കുകൾ പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്റെ ഹൃദയം, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദമായി തീരണമോ? ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യണം. ഹല്ലേലൂയ. ഹാനോക്കിനെ കുറിച്ച് പറയുകയാണ്, അതിക്രമം നിറഞ്ഞ ലോകത്ത് പാപമംഗലമായി ജീവിച്ചതായ കാലത്ത് അവൻ ദൈവത്തോട് കൂടെ നടക്കുവാനും തീരുമാനമെടുത്തു. ഇന്ന് രാത്രിയിലും എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയും, നമ്മുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെ ഒരുക്കി തന്നിരിക്കുന്നത് അങ്ങനെ അപ്രകാരമുള്ള ഹൃദയമാണ് എന്ന് പറഞ്ഞാൽ, മനസ്സ് വെച്ചാൽ ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവത്തെ പോലെയുള്ള ചിന്താഗതികളുള്ള പ്രിയപ്പെട്ടവരായി നമുക്ക് ഓരോരുത്തർക്കും മാറുവാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് തെളിയിച്ചു തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവപാദപീഠത്തിലായിരിക്കുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം വലിയതാണ് എന്നുള്ളത്. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, 9-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയെ കുറിച്ചുള്ള ഭക്തി അത് നിർമ്മലമാ. ഹല്ലേലൂയ. നീ മനസ്സ് വെച്ചാൽ നിർമ്മലമായ ആ ഭക്തിയുടെ പരിവേശം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുമെന്നുള്ളത് ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, യഹോവയുടെ വിധികൾ സത്യമായവയാ, അവൻ കൽപ്പിച്ചാൽ അത് അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാ സംഗീതകാരൻ പറയുന്നത്, അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. ഹല്ലേലൂയ. അതങ്ങനെ സ്ഥാപിതമായി. ഉൽപ്പത്തി പുസ്തകം 1-ാം
അവൻ സകലത്തെയും കൽപ്പിച്ചു. അവൻ കൽപ്പിച്ചതൊക്കെ അങ്ങനെ സ്ഥാപിതമാകുവാനായിട്ടിടയായി. ഓരോ ദിവസം കഴിയുമ്പോൾ പറയുകയാണ്, സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി രണ്ടാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി മൂന്നാം ദിവസം. ഹല്ലേലൂയ. ദൈവമാണല്ലോ ടൈം ആൻഡ് സ്പേസ് ക്രമീകരിച്ചു തന്നത്. അതുകൊണ്ട് ഇന്ന് ശാസ്ത്ര ലോകത്തിന് ഈ കാലയവനിക അളക്കുവാൻ കഴിഞ്ഞത്. ദൈവം നൽകിയ കലണ്ടർ പ്രകാരമാണ് ഇതനുസരിച്ച് അവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞത്. ഇല്ല എങ്കിൽ ഹല്ലേലൂയ, സൂര്യനും ചന്ദ്രനും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയാ, കാലങ്ങളും ദിവസങ്ങളും ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയാ ഇതെല്ലാം ഗ്രഹിക്കുവാൻ കഴിയുന്നത്? ഇതെല്ലാം താൽക്കാലികമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് വേണ്ടി നൽകി തന്നിരിക്കുക. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു നിത്യതയുണ്ട്. അതെന്താ നിത്യത എന്ന് ചോദിച്ചാൽ ദൈവം പറയും, ഞാൻ എന്റെ മക്കളെ കൈപ്പണിയായി പണിതത് എന്നെ പോലെ നിത്യത അവർക്ക് കൊടുക്കുവാനായിട്ടാ. ഹല്ലേലൂയ. എത്രപേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. എനിക്കുള്ളതുപോലെ നിത്യത. അതുകൊണ്ടാ തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ നമ്മെ ഓരോരുത്തരെയും നിർമ്മിച്ചത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇനി സംഭവിക്കാനുള്ളതാണ് വിവരിച്ചു പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി സൂര്യനും ചന്ദ്രനുമില്ല, ഇനി സമുദ്രം അവിടെ ഇല്ല. വെളിച്ചം ആവശ്യമില്ല. കാരണം ദൈവം താൻ അവരുടെ വെളിച്ചമായി അവരുടെ കൂടെയുണ്ട്. ഇനി പകലും രാത്രിയും എന്നില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നത്, ദൈവത്തിന്റെ മുൻപിൽ 1000 ദിവസം ഒരു ദിവസം പോലെ, ഒരു ദിവസം 1000 ദിവസം എന്ന് പറഞ്ഞാൽ അളക്കുവാൻ സാധിക്കാതെ ഒരു നിത്യമായ ഒരു അവസ്ഥയിൽ നമ്മെ ദൈവം കൊണ്ടെത്തിക്കുവാനാണ് ഇടയാകും. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. ഈ വാഗ്ദത്തത്തിന് വേണ്ടിയാ നാം ഓരോരുത്തരും പ്രത്യാശ വെക്കേണ്ടത്. അതിനുവേണ്ടിയാ ആദ്യകാലത്ത് കർത്താവിന്റെ ശിഷ്യന്മാർ അവൻ നോക്കി പാർത്തിരുന്നത്. ശിഷ്യന്മാർ മാത്രമല്ലല്ലോ, ഹല്ലേലൂയ, ഒരു അബ്രഹാം ആ ദൈവ വാഗ്ദത്തമായ ആ പട്ടണത്തിന് വേണ്ടി അബ്രഹാം കാത്തു നിൽപ്പാനിടയായി. ഒരു മോശ, ഹല്ലേലൂയ, പാപത്തിനെക്കാൾ ലോകത്തെക്കാളും ഹല്ലേലൂയ ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ നിത്യത അവൻ ദർശിച്ചത് കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് 11-ാം അധ്യായം വരെ ഒരു 2000 വർഷത്തെ ഹിസ്റ്ററി അവിടെ പറയാനുള്ളത്. 11 അധ്യായം കൊണ്ട് 2000 വർഷത്തെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ അത് ഇവല്യൂഷൻ തിയറിക്കാർക്ക് ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനും കഴിയാത്തതാ. ഹല്ലേലൂയ. പക്ഷെ മോശയെ കുറിച്ച് സ്തെഫാനോസ് പറഞ്ഞപ്പോൾ പറയുകയാണ്, ദൈവം അങ്ങനെ ജീവനുള്ള വചനങ്ങളെ മോശയ്ക്ക് കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവനുള്ള തിരുവെഴുത്തുകൾ, ജീവനുള്ള തിരുവെഴുത്തുകൾ ആർക്ക് കൊടുത്തു? മോശയ്ക്ക് കൊടുത്തപ്പോൾ അത് അവൻ അപ്രകാരം പ്രാപിച്ച് എഴുതിയത് കൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ തിരുവെഴുത്തിൽ ജീവനുണ്ട് എന്ന് പറയുമ്പോൾ ദൈവം നടത്തിയ വിധങ്ങളെയാ ഈ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും നിശ്ചയം. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പത്തിനായി ഇരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ദാവീദ് പറയുക. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയാമോ? അവന് മനസ്സിലായി ഒരു നീതിമാന്റെ സന്തതിയെ എങ്ങനെയാ ദൈവം പോഷിപ്പിക്കുന്നത് എന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ എത്ര പേർ തീരുമാനമെടുക്കും? ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ. ദൈവമേ, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ഈ ദൂത് എന്നോടാണല്ലോ സംസാരിക്കുന്നത്, ഞാൻ അത് ഏറ്റെടുക്കുന്നുവെന്ന് എത്ര പേർക്ക് പറയുവാനായിട്ട് സാധിക്കും? ദൈവത്തിന്റെ കൃപാവരങ്ങളെ നമുക്കൊന്ന് കാണുവാനിടയാകണം. ഹല്ലേലൂയ. യേശുക്രിസ്തു പറയുകയാണ്, അന്നത്തെ കാലങ്ങളിൽ യേശുവിന്റേതായ വാക്ക് കേൾക്കാതിരുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. ഹല്ലേലൂയ. കാരണം അനുസരണമില്ല, അനുസരണക്കേടാണ്. ഹല്ലേലൂയ. റോമലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഒന്നുകിൽ അനുസരണത്തിനായി നിങ്ങൾ നീതിയുടെ മക്കളാകണം,
ഇല്ല, അല്ലെങ്കിൽ അനുസരണക്കേടിനാൽ പാപത്തിന്റെ മക്കളായി നിങ്ങൾ തീരണം. ഹല്ലേലൂയ. ഒന്നേ ചോയ്സ് ഉള്ളൂ, രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് നിനക്ക് സെലക്ട് ചെയ്യാം. ഒന്നുകിൽ നീതിയുടെ അനുസരണത്തിനായി നീതിയുടെ മക്കളായി തീരണം, ഇല്ലെങ്കിൽ അനുസരണക്കേടിനായി അല്ലെങ്കിൽ പാപത്തിന്റെ മക്കളായി തീരണം. ഹല്ലേലൂയ. ആ പാപത്തിൻ്റെതായ വലിയതായിരിക്കുന്നതായ ആ വലിയതായിരിക്കുന്ന പാപ കുഴി കണ്ടിട്ടാണ് അമ്മൻ സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ വിടുവിക്കപ്പെടും? രാത്രി കോപത്തിൽ വീഴേണ്ടതിനല്ല എന്നെയും നിങ്ങളെയും അവൻ തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ സ്വന്തം ജനമാക്കി തീർക്കുവാൻ. എന്ന് രാത്രി ആ ദൈവികമായ ശ്രേഷ്ഠതയിൽ നമുക്കൊന്ന് നിൽപ്പാനിടയാകുന്നുവെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയണം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രമാണങ്ങളെ പ്രമാണിക്കുന്നതിനാൽ എനിക്ക് വളരെ പ്രതിഫലമുണ്ട്. അവിടെ പറയുകയാണ്, 11-ാം വാക്യത്തിൽ പറയുന്നു, അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. ഇന്ന് രാത്രി ഈ വചനം പോയി വായിക്കണം കേട്ടോ. ഹല്ലേലൂയ. പ്രബോധനം ലഭിക്കുവാനിടയാകും. അങ്ങനെ 19-ാം അധ്യായത്തിൽ നിന്ന് നിനക്ക് പ്രബോധനം ലഭിക്കുമ്പോൾ പറയണം, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. ദൈവത്തിന്റെ പ്രമാണങ്ങളെ പ്രമാണിച്ച് നടന്ന വളരെ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ഇഷ്ടമനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ദൈവം ഒരുക്കുന്നതാ. ഹല്ലേലൂയ. പാട്ടുകാരോട് ചേർന്ന് പാടിയതുപോലെ, ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. അവ എന്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കരും മഹാപാതകരഹിതനുമായിരിക്കും. എന്നാ ഞാൻ നിഷ്കളങ്കനും മഹാപാതരഹിതനുമായി. സ്വമേധ പാപങ്ങൾ അകറ്റി ഞാൻ കാക്കപ്പെടുവാനിടയായാൽ അത് എന്റെ മേൽ വാഴുവാനിടയാകാതെ വണ്ണം ഞാൻ കാത്തുകൊണ്ടാൽ,
അല്ലെങ്കിൽ ഞാൻ എങ്ങനെയുള്ളവനായിരിക്കും അറിയാമോ? ഞാൻ നിഷ്കളങ്കനും മഹാഭാഗ ഹല്ലേലൂയ രഹിതനുമായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിക്കാലം ദൈവസന്നിധിയിൽ കർത്താവെ അടിയനെ തന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ എന്നോട് കൂടിയുള്ള സാക്ഷ്യമായിട്ട് ഞാൻ പറയുന്നത്, കർത്താവെ അടിയനെ തന്നെ ഏൽപ്പിക്കുന്നു. കർത്താവെ സ്വമേധ കടന്നു വരുന്ന പാപമെന്ന് അടിയനെ അകറ്റി അതിന്റെ മേൽ വാഴുവാനിടയാകാതെ കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് ഞങ്ങളെ നിർത്തുവാനേ ഈ ജനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണപ്പാ. ദൈവമേ, കേൾപ്പിക്കപ്പെട്ട ആലോചന നിന്റെ ജനത്തിന്മേലും നൽകിക്കൊടുത്ത് മഹത്വത്തിന്റെ പ്രത്യാശയ്ക്കായിട്ട് എന്റെ ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അടിയനെ ഏൽപ്പിച്ച ദൂത് ഈ ജനത്തോടെ വിളിച്ചു പറഞ്ഞു. ദൈവമേ, ചോയ്സ് നിന്റെ ജനത്തിന് കൊടുത്തിരിക്കുകയാണല്ലോ. ഒന്നെങ്കിൽ നീതിക്ക് അനുസരണത്തിനായി നീതിയുടെ മക്കളാക്കി ഇവരെ തീർക്കണം കർത്താവ്. പിശാച് തട്ടിയെടുക്കുവാനിടയാകരുത്. പിശാചിന്റെ ചിന്തകൾ ഇവരുടെ മനസ്സിലേക്ക് വരുവാനിടയാകരുത്. ഇവർ ദൈവ പൈതലാണ്, ദൈവത്തിന്റെ മക്കളാണ്. ദൈവമേ, എല്ലാ മേഖലകളിലും അത് തെളിയിക്കപ്പെടുവാൻ ദൈവമേ അവരെ കൃപയിൽ അനുഗ്രഹിക്കണമേ. ജോലി മേഖലകളിൽ, കുടുംബത്തില്, മറ്റുള്ളവരുടെ ഇടപെടലുകളിൽ, എല്ലാ മേഖലകളിലും ദൈവത്തിനുള്ള സാധനങ്ങളവരെന്ന് ഞങ്ങൾ തെളിയിക്കപ്പെടുവാൻ എന്റെ ദൈവം ഞങ്ങളെ കൃപയിൽ അനുഗ്രഹിക്കണമേ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ദൈവം ഞങ്ങളെ നിഷ്കളങ്കരും മഹാപാതരഹിതരുമാണ് എന്റെ ദൈവം തീർക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി സ്തോത്രം. മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ